മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട കോട്ടമലയിൽ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ഭർത്താവ് പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം ചാക്ക സ്വദേശി വാവ വിജയൻ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് മുന്നിലാണ് കീഴടങ്ങിയത്. ഭാര്യ ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, എപ്പോഴാണ് ഇയാൾ കീഴടങ്ങിയത്? ഈ കേസ് അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? പരിക്കേറ്റ ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? വിനീത, കഴിഞ്ഞ തിങ്കളാഴ്ച പത്തനംതിട്ട മണ്ണാറക്കുളഞ്ഞിക്ക് സമീപം കോട്ടമല എന്ന സ്ഥലത്താണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. അവിടെ 27 വയസ്സുള്ള അശ്വതി എന്ന യുവതിയും 2 മക്കളുമാണ് താമസിച്ചിരുന്നത്. അവിടേക്ക് ഭർത്താവ് കടന്നു ചെല്ലുകയും ആദ്യം ഇവർ തമ്മിൽ വാക്കേറ്റം നടക്കുകയും ചെയ്തു, ഭർത്താവും ഭാര്യയും തമ്മിൽ. അതിനുശേഷം ഈ ഭർത്താവ് പുറത്തേക്ക് പോവുകയും അല്പസമയത്തിന് ശേഷം തിരികെ വന്ന് ആയുധം ഉപയോഗിച്ച് തലയിലും ഒപ്പം തന്നെ കൈകളിലും വെട്ടുകയായിരുന്നു. ഗുരുതരമായി അശ്വതിക്ക് പരിക്കേറ്റു. നാട്ടുകാർ ഉടനെ തന്നെ ഓടിക്കൂടി ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് അശ്വതിയെ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് അന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഈ ഭർത്താവ് വാവ വിജയൻ അയാൾ ഈ 2 കുട്ടികളെയും കൊണ്ട് ഈ കൃത്യം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തെങ്കിലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. 2 അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് രൂപീകരിച്ചിരുന്നു. ഒരു അന്വേഷണ സംഘം ഇതിനിടെ ബാംഗ്ലൂരുവിലേക്ക് പോയിരുന്നു. ബാംഗ്ലൂരുവിൽ ഇയാൾ വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞ് പോലീസ് അറിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിലേക്ക് ഒരു പോലീസ് സംഘം പോയിരുന്നു. ഒരു സംഘം ഇതേ സമയം തന്നെ തിരുവനന്തപുരത്തും അന്വേഷണം നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് ഈ വാവ വിജയൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാർ മുമ്പാകെ കീഴടങ്ങിയത്. ഏതായാലും ഇപ്പോൾ ഈ പ്രതിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അശ്വതി ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിനിടെ ഈ 2 കുട്ടികളുമായി പോയ പ്രതി അതിനുശേഷം വീട്ടിലേക്ക് ഈ 2 കുട്ടികളെ തിരികെ എത്തിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഇയാൾ മുങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് 2 അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോയത്. ഇതിനിടെ ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തി ഈ പ്രതി ഇപ്പോൾ കീഴടങ്ങിയിട്ടുണ്ട്. ഇയാൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.